അതിനാൽ നാം നമ്മുടെ സന്തോഷം എപ്പോഴും നിലനിർത്തണം. എന്തു വേണം? എന്തു വേണം? ഞാൻ വളരെ പ്രായോഗികമായി സംസാരിക്കും. സന്തോഷം കവർന്നെടുക്കുന്ന നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ ദിവസവും വരുന്നു. പക്ഷേ ബാബ പറഞ്ഞതുപോലെ ഈ ധനങ്ങൾ അക്ഷയമാണ്. നാം ഇവയെ അക്ഷയമാക്കി സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചിന്തകളുടെ ധനത്തിൽ നിന്ന് കൂടുതൽ ചിന്തകളുടെ ധനം ലഭിക്കുന്നു. അതുപോലെ ധ്യാനത്തിന്റെ ധനത്തിൽ നിന്നുമാണ്. അതിനാൽ ധ്യാനത്തിലെ ചില കാര്യങ്ങൾ നാം നമ്മുടെ അടുത്ത് സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്ന കാര്യങ്ങൾ മുന്നിൽ വന്നാൽ അത് നമുക്ക് അറിയാവുന്നതാണ്. അത് നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് അത്രയും ജാഗ്രതയും അവബോധവും ഉണ്ടാകണം സന്തോഷം പോയി എന്ന് മനസ്സിലാക്കാൻ. അത് വീണ്ടും വേഗത്തിൽ തിരികെ കൊണ്ടുവരണം. അനേകരോടും സംഭവിക്കുന്നത് സന്തോഷം ദീർഘകാലം നഷ്ടപ്പെടുന്നതാണ്. ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ഓർമ്മയില്ല എനിക്ക് സന്തോഷം നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നു. ഇത് ബാബയുടെ ആജ്ഞയാണ്. നമുക്ക് ഓർമ്മ വരണം സന്തോഷം പോകുന്നു, അതിനാൽ അതിനെ വീണ്ടും വേഗത്തിൽ തിരികെ കൊണ്ടുവരണം. അങ്ങനെ ബാബയുടെ വ്യത്യസ്തമായ ഉപദേശങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. പ്രതിദിനം മുരളികളിൽ നിന്ന് നമുക്ക് ഈ ധനം ലഭിക്കുന്നു. അത് നാം എഴുതി സൂക്ഷിക്കണം. അത് ഓർമ്മയിൽ കൊണ്ടുവരുമ്പോൾ സന്തോഷം വേഗത്തിൽ തിരികെ ലഭിക്കും. സമയം മുന്നോട്ടു പോകുന്നതുപോലെ സാഹചര്യങ്ങളും ഓരോരുത്തരുടെയും മുന്നിൽ വരികയുമാണ്. കാരണം എല്ലാവരുടെയും കണക്കുകൾ കൂടി തീർന്നു വരികയാണ്. ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അതിനാലാണ്. അതായത് കർമ്മങ്ങളുടെ അടുത്തുള്ള ഒരു കണക്കാണ്. ചിലപ്പോൾ നല്ല കണക്കാണ് മുന്നിൽ വരുന്നത്, ചിലപ്പോൾ മോശം. ഇപ്പോൾ എല്ലാവരുടെയും കണക്കുകൾ തീരേണ്ടതായിരിക്കും. അതിനാൽ വളരെ വിരുദ്ധമായ കാര്യങ്ങൾ വരികയാണ്. നമുക്ക് ചില കാര്യങ്ങൾ അംഗീകരിച്ച് മനസ്സിനെ ശാന്തമാക്കേണ്ടതുണ്ട്. ആർക്കോ നമ്മിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വരുന്നു, ആരോ നൽകാൻ വരുന്നു. നൽകേണ്ടത് നമ്മളാണ് എല്ലാവർക്കും. ബാബയുടെ മുരളികളിൽ നാം പലതും കേൾക്കാറുണ്ട്. അതിനാൽ ഭാവനകളുടെ വൈബ്രേഷനുകളും യോഗശക്തിയുടെ വൈബ്രേഷനുകളും. ഞായറാഴ്ചയുടെ മുരളിയും എല്ലാവരും കേട്ടു. ഈ മുരളി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അഭ്യാസം ഉടൻ ആരംഭിച്ചാൽ മുരളി ഫലപ്രദമാകും. ഉടൻ അതിൻ്റെ ധാരണ ഉണ്ടാകും. ബാബ വാഹ് വാഹ് ചെയ്യുമോ അല്ലേ?